ആദ്യം ഒരു മാജിക് റിംഗ് ഉണ്ടാക്കുക. ചെയിൻ 2. ഈ മാജിക് റിംഗിൽ 16 ഡബിൾ ക്രോഷ്യ ചെയ്യണം. യാൺ ഒരു തവണ ചുറ്റുക, ഉള്ളിൽ കൂടി കയറ്റുക, ഒന്നുകൂടി യാൺ ചുറ്റുക, മാജിക് റിംഗിൻ്റെ ഉള്ളിൽ കൂടി പുറത്തേക്ക് എടുക്കുക. യാൺ ചുറ്റുക, ആദ്യത്തെ 2 ലൂപ്പിൽ കൂടി, വീണ്ടും യാൺ ചുറ്റുക, പിന്നത്തെ 2 ലൂപ്പിൽ കൂടി. അങ്ങനെ 16 ഡബിൾ ക്രോഷ്യ ചെയ്യാം. 16 ഡബിൾ ക്രോഷ്യ ആയി. ഇനി ഇത് ടെയിൽ വലിച്ച് സർക്കിൾ അടുപ്പിക്കണം. ഇനി ഫസ്റ്റ് ചെയിനിൽ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യണം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇത് ജോയിൻ ചെയ്യിപ്പിക്കാം. ടെയിൽ വലിച്ച് നടുക്കത്തെ സ്പേസ് ക്ലോസ് ചെയ്യാം. ഇനി ചെയിൻ 2, 1, 2. ഇനി ഓരോ ഈ ചെയിൻ സ്പേസിലും ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഫസ്റ്റ് ഡബിൾ ക്രോഷ്യ, സെയിം സ്പേസ് തന്നെ രണ്ടാമത്തെ ഡബിൾ ക്രോഷ്യ. എവിടെ സ്റ്റാർട്ട് ചെയ്തെന്ന് മറന്നു പോകാൻ അങ്ങനെ വല്ല ഉണ്ടെങ്കിൽ ആ ഭാഗത്ത് ഇങ്ങനെ പിൻ മാർക്ക് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ 2 ഡബിൾ ക്രോഷ്യ വീതം ചെയ്തു. ഇതിപ്പോൾ എൻ്റെ യാണ് തിൻ ആയിട്ടുള്ള യാണായിപ്പോയി. അതുകൊണ്ടാണ് ഇത് സൈസ് ഇത്ര ചെറുതായിട്ടിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് റഫായിട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതായിട്ട് പിന്നെ ഞാനത് മാറ്റുന്നില്ല. ഇനി ഇവിടേക്ക് നമ്മൾ കണക്ട് ചെയ്യണം. സ്റ്റെപ്പ് സ്റ്റിച്ച് രീതിയിൽ കണക്ട് ചെയ്തു. ഇനി 2 ചെയിൻ കൊടുക്കാം. ചെയിൻ 1, 2. ഇനി ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ, ഫസ്റ്റ് സ്റ്റിച്ചിൽ 2 ഡബിൾ ക്രോഷ്യ. സെക്കൻഡിൽ അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ. നെക്സ്റ്റ് വീണ്ടും 2 ഡബിൾ ക്രോഷ്യ സെയിം സ്റ്റിച്ചിൽ. അടുത്തതിൽ ഒരു ഡബിൾ ക്രോഷ്യ. പിന്നത്തേൽ 2 ഡബിൾ ക്രോഷ്യ. അടുത്തതിൽ ഇനി ഒരു സിംഗിൾ ക്രോഷ്യ, ഒരു ഒറ്റ ഡബിൾ ക്രോഷ്യ. ഇനി അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിൽ ക്കിൻ്റെ ഒരു ബെൻഡ് വരാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു സിംഗിൾ ക്രോഷ്യ, ഇതിൽ സ്പേസിൽ പംകിൻ്റെ ബെൻഡ് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു സിംഗിൾ ക്രോഷ്യ, അടുത്തതിലും ഒരു സിംഗിൾ ക്രോഷ്യ, പിന്നത്തെ സ്പേസിൽ 2 ഹാഫ് ഡബിൾ ക്രോഷ്യ. രണ്ട് ഹാഫ് ഡബിൾ ക്രോഷ്യ. ഇനി അടുത്ത സ്പേസിൽ 1 ഡബിൾ ക്രോഷ്യ, പിന്നെ അടുത്തതിൽ 2 ഡബിൾ ക്രോഷ്യ, പിന്നെ വീണ്ടും ഒരു ഡബിൾ ക്രോഷ്യ, പിന്നത്തേൽ 2 ഡബിൾ ക്രോഷ്യ. ആ പാറ്റേൺ ഫോളോ ചെയ്ത് ഇവിടെ ലാസ്റ്റ് 3 സ്റ്റിച്ചസ് ബാക്കിയാവുന്നിടം വരെ ചെയ്യാം. അവിടെ വെച്ചിട്ട് നമുക്കിനി കാണാം. നമ്മുടെ ലാസ്റ്റ് 3 സ്പേസിൽ നമ്മളെത്തി. മറന്നു പോയിരിക്കും, നമ്മളൊരു മാർക്കർ ഇവിടെ വെച്ചിരുന്നു. ഇനി ലാസ്റ്റ് ഈ 3 സ്റ്റിച്ചസിൽ ഓരോ സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യണം. ഓരോ സ്പേസിൽ ഒരു സിംഗിൾ ക്രോഷ്യ വീതം. ഇനി നമുക്ക് ഇവിടെ ഈ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ഇത് ജോയിൻ ചെയ്യാം. ടെയിൽ
കട്ട് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ ചെറിയൊരു ബെൻഡ് ഉണ്ടാവും. എന്തെങ്കിലും വെയിറ്റ് ഉള്ളൊരു ബുക്ക് എന്തെങ്കിലും വെച്ച് അതിൻ്റെ പുറത്ത് വെച്ച് കൊടുത്താലും മതി. നമ്മൾ ഈ 3 സ്പേസ് നമ്മൾ ചെയ്തില്ലേ, അവിടെ നമുക്ക് തെറ്റിപ്പോകാതിരിക്കാൻ മാർക്കർ ഒന്നും കൂടി വീണ്ടും വെക്കുക. കാരണം നമുക്കവിടെ വേറൊരു കാര്യം കൂടി ചെയ്യാനുണ്ട്. ഇനി നമ്മൾ ഇതിന് ഒരു സ്റ്റെം കൊടുക്കാൻ പോവാണ്. അതിന് വേണ്ടിയിട്ട് ബ്രൗൺ കളർ എടുത്തിട്ടുണ്ട്. ബ്രൗൺ കളറ് നമ്മളിവിടെ ജോയിൻ ചെയ്ത് ആദ്യം ഇവിടെ നിന്ന് ചെയിൻ ചെയ്ത് കണക്ട് ചെയ്യണം. എന്നിട്ട് 2 ചെയിൻ ചെയ്യാം. ഇതിലടക്കം ഓരോന്നിൽ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്യാം. അങ്ങനെ 3 സ്പേസിൽ നമ്മൾ ഓരോ ഡബിൾ ക്രോഷ്യ വീതം ചെയ്തിട്ടുണ്ട്. ഇനി 2 ചെയിൻ ചെയ്യാം. ഇവിടെ ആ ചെയിൻ സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്ത് ജോയിൻ ചെയ്യിക്കാം. ഇപ്പോൾ ഇവിടെ ചെറിയൊരു സ്റ്റെമ്മായി. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ ലീഫ് സ്റ്റിച്ച് ചെയ്ത് ഇവിടെ അറ്റാച്ച് ചെയ്യാം. ഞാനിവിടെ ഒരു വൈനാണ് കൊടുക്കാൻ പോകുന്നത്. അതിന് ഞാൻ ഗ്രീൻ കളർ എടുത്തിരിക്കുന്നത്. നമ്മളൊരു സ്ലിപ്പ് നോട്ട് ചെയ്യണം. എന്നിട്ട് സ്ലിപ്പ് നോട്ട് ചെയ്തിട്ട് 10 ചെയിൻ 1 2 അങ്ങനെ 10 ചെയിൻ. ഇനി ഇതിൻ്റെ സെക്കൻഡ് ചെയിനിൽ ഫസ്റ്റ് ലൂപ്പ് നമ്മൾ ഒഴിവാക്കി സെക്കൻഡ് മുതൽ നമ്മൾ 2 സിംഗിൾ ക്രോഷ്യ ഓരോന്നിലും ചെയ്യണം. അങ്ങനെ ലാസ്റ്റ് ഇവിടം വരെ ഓരോ സ്പേസിലും 2 സിംഗിൾ ക്രോഷ്യ വീതം ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ ഇതിങ്ങനെ ജസ്റ്റ് ചുരുണ്ട് വരും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നുകൂടി ഇങ്ങനെ ചുരുട്ടി കൊടുക്കുകയൊക്കെ ചെയ്യാം. ഒരു ചെയിൻ ചെയ്തിട്ട് ഇതിൻ്റെ ടെയിലിൻ്റെ അതിൽ അറ്റാച്ച് ചെയ്യാൻ പാകത്തിന് നീളത്തിൽ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിപ്പോൾ തിക്നെസ് കുറഞ്ഞ യാണായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിത് തന്നെ യൂസ് ചെയ്തു. കുറേ ടീ കോസ്റ്ററൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കട്ടിയുള്ള യാണ് യൂസ് ചെയ്യായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ ഇത് തന്നെ കട്ടിക്കനുസരിച്ച് 2 ഒക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാം. ഇച്ചിരി കൂടി കട്ടിയുള്ള യാണായിരിക്കും ടീ കോസ്റ്ററുകൾക്ക് നല്ലത്. ഇത് നമ്മൾ ചെയ്ത പ്രോജക്റ്റ് വർക്കിൻ്റെ ബാക്ക് സൈഡ്, ഇത് ഫ്രണ്ട് സൈഡ്. അപ്പം ഇതിൻ്റെ ചുരുൾഭാഗത്തിൻ്റെ ഫേസ് മീൻസ് ബാക്ക് സൈഡ് പുറകിലേക്ക് വരുന്ന രീതിയിൽ ഇത് ഇവിടെ കണക്ട് ചെയ്യാം. ബാക്ക് സൈഡിൽ നേരത്തെ സ്റ്റമ്മിൻ്റെ ടെയിൽ ബാക്കി ഉണ്ടായിരുന്നില്ലേ, അതുമായിട്ട് നിങ്ങൾ ലീഫ് ഉണ്ടാക്കുന്നെങ്കിൽ ലീഫിൻ്റെ അല്ലെങ്കിൽ വൈൻ്റെത് ടൈ ചെയ്ത് കൊടുത്തിട്ട് എക്സസീവായിട്ട് വരുന്ന ഞാൻ ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് ബാക്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഉള്ളിൽ കൂടി ചെറുതായിട്ട്, ഇല്ലെങ്കിൽ ടൈ ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് സെക്യൂർ ആവാൻ വേണ്ടി സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ബാക്കിയുള്ള ഭാഗം കട്ട് ചെയ്ത് കളയുക. ഇതിങ്ങനെ 2 ഉണ്ടാക്കിയതിന് ശേഷം ഉള്ളിൽ മറ്റേ ഫൈബർ ഫില്ലിങ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കതൊരു കീ ചെയിനും അങ്ങനെയൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇങ്ങനെ ഇപ്പം ഇത് ചെറിയൊരു ടീ കോസ്റ്റർ ആയിട്ടുണ്ട്. ഇതിൻ്റെ വൈൻ ഒന്ന് കേൾ ചെയ്ത് കൊടുക്കാം. സ്റ്റമ്മ്
കുറച്ചുകൂടി ചങ്കി ആയിട്ടും അല്ലെങ്കിൽ 2 ലെയർ വെച്ചിട്ട് ഇത് ചെയ്യുകയാണെങ്കിൽ ഒന്നുകൂടി വലുപ്പത്തിൽ വരും.